എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം മാക്സിമം കിട്ടാവുന്നത്രയും ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാനുള്ള ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ കേട്ടോ. മാക്സിമം ചെറുതാണേലും വലുതാണേലും ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഫ്രീക്വൻസിയായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ പഠിക്കാനുണ്ട്, പിന്നെന്താണ് സ്പീഡ് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എക്കോയുടെ ടേംസിലുള്ള അല്ലെങ്കിൽ എക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് നോക്കാം ടൈം പീരീഡിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ് കേട്ടോ. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ സ്മോൾ എൻ. സ്മോൾ ടി എന്ന് വെച്ചാൽ സമയമാണ്, ടോട്ടൽ സമയമാണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 1/f എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ടി എന്ന് വെച്ചാൽ 1/f ആണ്, ഇല്ലേ 1/f ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, n ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്, ദെൻ ടി എന്ന് വെച്ചാൽ ടോട്ടൽ സമയമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 1/f ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് തിരിച്ചിട്ടതാണ് ഇത് വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ എന്ന് പഠിക്കുക. അത് തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഈസ് ഈക്വൽ ടു n ബൈ ടി എന്ന് കിട്ടും. പിന്നെ ഫ്രീക്വൻസിയുടെ റിലേഷൻ നമുക്കറിയാം, ഫ്രീക്വൻസിയും ടൈം പീരീഡും എഫ് ഈസ് ഈക്വൽ ടു 1/t. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. അതുപോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു 1/f പഠിക്കുക. ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ഈ രണ്ട് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. മനസ്സിലായല്ലോ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്തും ഫ്രീക്വൻസിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ ആണ് ബി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എഫ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ലാംഡ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം ബി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ്. നമുക്കതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ അറിയാമല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചെടുത്താൽ ഇങ്ങനെ 3 സെപ്പറേറ്റ് ആക്കുക. എന്നിട്ട് ഇവിടെ വി എഴുതുക, ഇവിടെ എഫ് എഴുതുക, ഇവിടെ ലാംഡ എഴുതുക. വി ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ലാംഡ ആണ്. അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ. ഇനി എഫ് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാ ഇതുകൊണ്ടല്ലേ വി ഡിവൈഡഡ് ബൈ കേട്ടോ, വി ഡിവൈഡ് ബൈ ലാംഡ എന്ന് എഴുതുക. മനസ്സിലായല്ലോ. ഇനി ലാംഡ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇതുകൊണ്ടല്ലേ വി, ആ വി ഡിവൈഡഡ് ബൈ എഫ് എന്ന് എഴുതുക. മനസ്സിലായല്ലോ. അപ്പം 3 ഇക്വേഷനും കിട്ടും. അതായത് എഫ് ആണെന്നുണ്ടെങ്കിൽ വി ബൈ ലാംഡ ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാംഡ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, വി ബൈ എഫ് ആണ്. ഇതാണ് ബേസിക് ഇക്വേഷൻ. അതിൽ നിന്നാണ് ഈ 2 ഇക്വേഷൻ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ എക്കോയുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ ആണ് കേട്ടോ ഇത്. ബി ഈസ് ഈക്വൽ ടു 2d ബൈ ടി. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ഈസ് ഈക്വൽ ടു 2d ബൈ ടി ആണ്. 2d വരാൻ കാരണം എന്താണ്, എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് വന്നു എവിടെയെങ്കിലും വന്ന് തട്ടി വെച്ച് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ എക്കോ കേൾക്കുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡി പ്ലസ് ഡി വരും, 2d വരും. ക്ലിയർ ആയല്ലോ. അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഇതിനെ അങ്ങോട്ട് എടുക്കുകയാണ്, വി ടി ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഈ 2 ഇക്വേഷൻ പഠിച്ചിരിക്കുക കേട്ടോ. വി ഈസ് ഈക്വൽ ടു 2d ബൈ ടിയും അതുപോലെ ഡി ഈസ് ഈക്വൽ ടു വി ടി ഡിവൈഡ് ബൈ 2. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് കേട്ടോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ളത് ടൈം പീരീഡ്. അതിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്കറിയാം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞറിയാം. അപ്പൊ ഈ 2 ഇക്വേഷൻ പഠിക്കുക, ഇത് 2 പഠിക്കുക, ഇതിൽ ഒരെണ്ണം പഠിക്കുക. ഇത് തന്നെ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഡി കിട്ടുന്നത്. പിന്നെ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചെറുതാണെങ്കിലും ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പം ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എ പെൻഡുലം മേക്സ് 50 ഓസിലേഷൻസ് ഇൻ 25 സെക്കൻഡ്സ്. ഫൈൻഡ് ദ ടൈം പീരീഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താണ്, ഒരു പെൻഡുലം 50 ഓസിലേഷൻ 25 സെക്കൻഡിൽ 25 സെക്കൻഡിൽ 50 ഓസിലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. 50 ഓസിലേഷൻസ് ആണ് പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻ സ്മോൾ എൻ തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം, ടോട്ടൽ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 25 സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടൈം പീരീഡ് ആണ്.
ഇത്ര ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ടേംസ് നമ്മൾ എഴുതി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ വരും. മനസ്സിലായല്ലോ? അപ്പൊ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്നും ടിയും ഉണ്ട്. ഏതാണ് നമ്മുടെ ഇക്വേഷൻ? നമ്മളിപ്പോ കണ്ടായിരുന്നു ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ടി ഇത് നേരെ ടി ആണ്, സ്മോൾ ടി ഡിവൈഡ് ബൈ എൻ എന്ന് ഓർക്കുക. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ 25 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് 50 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര വരും? 1/2 ഡിവൈഡ് ചെയ്യാലോ, 1/2 വരും. 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.5 അല്ലേ? 0.5 സെക്കൻഡ്. സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ. എ ബോഡി കംപ്ലീറ്റ്സ് 120 ഓസിലേഷൻസ് ഇൻ 60 സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? നോക്കുക, എന്താണ്? ഒരു ബോഡി കംപ്ലീറ്റ്സ് 120 ഓസിലേഷൻസ് ഇൻ 60 സെക്കൻഡ്. 60 സെക്കൻഡിൽ 120 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നിട്ടുണ്ട്, 120 തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്, 60 സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതി. അപ്പൊ ഞാൻ നോക്കിയേ, എന്നും ടിയും ഉണ്ട്, എഫ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്? എഫ് ഈസ് ഈക്വൽ ടു തിരിച്ച് n/t എന്ന് എഴുതാം അല്ലെ? n/t ആണ് ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ 120 ആണ്, ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. മനസ്സിലായല്ലോ? ഈ സീറോയും ക്യാൻസൽ ആയപ്പോൾ ഇവിടെ എത്ര വരും? 2 വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഹെർട്സ്. യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ് വരുന്നത്, ടൈം പീരീഡ് ഒക്കെ സെക്കൻഡിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ദ ടൈം പീരീഡ് ഓഫ് എ സ്വിംഗ് ഈസ് 2 സെക്കൻഡ്സ്. ഹൗ മെനി ഓസിലേഷൻസ് വിൽ ഇറ്റ് മേക്ക് ഇൻ 1 മിനിറ്റ്? ടൈം പീരീഡ് ഓഫ് എ സ്വിംഗ്, ഒരു സ്വിംഗ് ഉണ്ടല്ലോ, സ്വിംഗിന്റെ ടൈം പീരീഡ്, അതായത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് പോയിട്ട് ഇവിടം വരെ എടുക്കുന്ന സമയമാണല്ലോ ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. അപ്പം ക്യാപിറ്റൽ ടി ടൈം പീരീഡ് തന്നിട്ടുണ്ട്, 2 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഹൗ മെനി ഓസിലേഷൻസ് വിൽ ഇറ്റ് മേക്ക് ഇൻ 1 മിനിറ്റ്? 1 മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് എടുക്കുമെന്നാണ് ചോദിച്ചത്. അപ്പം ടോട്ടൽ സമയവും തന്നിട്ടുണ്ട്, 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറണം കേട്ടോ. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 സെക്കൻഡ് ആണ്. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി ഓസിലേഷൻസ് അല്ലേ? നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതാണ് നമ്മുടെ ഇക്വേഷൻ? നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്? ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ എൻ ആണ്. നമുക്കിവിടെ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? എൻ ഇങ്ങോട്ട് പോകും, ടി ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് സ്മോൾ ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി എന്ന് വരും. എത്രയാണ്? സ്മോൾ ടിയുടെ വാല്യൂ 60 സെക്കൻഡ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടി എത്രയാണ്? 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. എന്താണ് കിട്ടിയത്? എൻ അല്ലേ? എൻ ഈസ് ഈക്വൽ ടു 30, അതായത് 30 ഓസിലേഷൻസ് അല്ലേ? 30 ദോലനങ്ങളാണ് അവിടെ ഉണ്ടായത്. 1 മിനിറ്റിൽ 30 ദോലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോർത്ത് വൺ. The time period of a vibrating tuning fork is 0.01 second. ടൈം പീരീഡ് ഓഫ് എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുവാണ്, അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0.01 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ഹൗ മെനി വൈബ്രേഷൻസ് ഡസ് ഇറ്റ് മേക്ക് ഇൻ 4 സെക്കൻഡ്? ഹൗ മെനി വൈബ്രേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി വൈബ്രേഷൻസ് ഉണ്ടാവുന്നത്, എത്ര വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നോക്കിയാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ടൈം പീരീഡ് ടി തന്നിട്ടുണ്ട്, 0.01 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഹൗ മെനി വൈബ്രേഷൻസ്, എത്ര വൈബ്രേഷൻസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇല്ലേ? അപ്പൊ എന്താണ്? വൈബ്രേഷൻ മീൻസ് നമ്പർ ഓഫ് ഓസിലേഷൻസ് തന്നെയാണ് കേട്ടോ. എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോ കണ്ടായിരുന്ന ഇക്വേഷനിലെ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡ് ബൈ എൻ എന്ന് കണ്ടു. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എൻ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി ആണ്. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 4 സെക്കൻഡ് ആണ്, ഡിവൈഡ് ബൈ 0.01. മനസ്സിലായല്ലോ? ഡിനോമിനേറ്ററിൽ പോയിന്റ് വാല്യൂ വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? താഴെയും മേളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 400 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ 1 വരും. മനസ്സിലായല്ലോ? അപ്പൊ ആൻസർ എത്രയാണ്? 400
വൈബ്രേഷൻസ് ഇല്ലേ, 400 വൈബ്രേഷൻസ് എന്ന് പറയാം. 400 വൈബ്രേഷൻസ് അവിടെ ഉണ്ടാവും. മനസ്സിലായല്ലേ? സെയിം ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇഫ് ദ പീരീഡ് ഓഫ് വൈബ്രേഷൻ ഈസ് 0.01 സെക്കൻഡ്, ഫൈൻഡ് ദ ഫ്രീക്വൻസി. പീരീഡ് ഓഫ് എന്താണ് വൈബ്രേഷൻ, വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ അല്ലെ, അതിന്റെ പീരീഡ് തന്നിട്ടുണ്ട്, അതായത് ടി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടി തന്നിട്ടുണ്ട്, 0.01 സെക്കൻഡ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കണ്ടേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. F is equal to 1/t അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/0.01 ഇല്ലേ. അപ്പൊ എത്ര വരും? നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മേളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 100 വരും. താഴെ എത്രയാണ്? 1 വരും അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഫ്രീക്വൻസി ആണ് 100. യൂണിറ്റ് എഴുതണം കേട്ടോ, 100 ഹെർട്സ്. ഓക്കെ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 6th one ആണ് കേട്ടോ. An object vibrates at a frequency of 50 hertz. How many vibrations will it make in 10 seconds? ഒരു ഒബ്ജക്റ്റ് എത്രയാണ് ഫ്രീക്വൻസി? 50 ഹെർട്സ് ഫ്രീക്വൻസി എന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി വൈബ്രേഷൻസ് വിൽ ഇറ്റ് മേക്ക് ഇൻ 10 സെക്കൻഡ്? 10 സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ഉണ്ടാക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് തന്നിട്ടുണ്ട്, 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. എന്താണ്? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം F ഈസ് ഈക്വൽ ടു N/T ആണ്. ദെൻ അവത്തിന് N കണ്ടുപിടിക്കാം. N ഈസ് ഈക്വൽ ടു F ഇൻറ്റു T ആണ്. ക്ലിയർ ആയല്ലോ? F 50 ആണ്, T എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആണ്. അപ്പൊ എത്ര വന്നു? 500 അല്ലേ. 500 എന്താണ് വൈബ്രേഷൻസ്, 500 വൈബ്രേഷൻസ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. N കണ്ടുപിടിക്കാൻ ചോദിക്കാം, F കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഇനി സമയമൊക്കെ കണ്ടുപിടിക്കാനും ചോദിക്കാം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 7th one. The speed of a wave is 330 meter per second. It makes 165 vibrations in 3 seconds. Find the wavelength. ഇതാണ് സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു വേവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് മേക്സ് 165 വൈബ്രേഷൻ 3 സെക്കൻഡ്. അപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻ തന്നിട്ടുണ്ട് 165 ആണ്. അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 3 സെക്കൻഡ് വന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വേവ് ലെങ്ത് എല്ലാം കണ്ടുപിടിക്കണം. അപ്പം വേവ് ലെങ്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. V is equal to F ലാംഡ വെച്ചിട്ട് ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? V/F ആണ് ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V ഇവിടെ തന്നിട്ടുണ്ട്, F ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ F കണ്ടുപിടിക്കണ്ടേ? F എങ്ങനെയാണ് കണ്ടുപിടിക്കണ്ടേ? ദാ N-ഉം T-യും തന്നിട്ടുണ്ടല്ലോ അല്ലെ, അത് വെച്ച് നമുക്ക് F കണ്ടുപിടിക്കാൻ മേലെ. അപ്പം F is equal to N/T അല്ലെ. N എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 165 ആണ്. T എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ്. 165/3 എന്ന് വരുമ്പോൾ എത്ര വരും? 55 വരും കേട്ടോ. 55 ഹെർട്സ്. അപ്പൊ ഫ്രീക്വൻസി നമുക്ക് 55 ഹെർട്സ് എന്ന് കിട്ടി. ലാംഡ കണ്ടുപിടിക്കാമല്ലോ. ലാംഡ ഈസ് ഈക്വൽ ടു V/F ആണ്. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 330 ഡിവൈഡഡ് ബൈ F എത്രയാണ്? 55. ഡിവൈഡ് ചെയ്യുക, ആൻസർ 6 എന്ന് വരും കേട്ടോ. 6 മീറ്റർ. ലാംഡ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 6 മീറ്റർ. വേവ് ലെങ്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 8th one. A wave makes 200 oscillations in 10 seconds and has a wavelength of 0.5 meter. Find the speed of the wave. ഒരു വേവ് ആണ്, 200 ഓസിലേഷൻസ് 10 സെക്കൻഡിൽ ഉണ്ടാക്കുന്നു. അതിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, സ്പീഡ് കണ്ടുപിടിക്കണം. വേവിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? N തന്നിട്ടുണ്ടല്ലേ, എത്രയാണ്? 200 തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വേവ് ലെങ്തും തന്നിട്ടുണ്ട്, 0.5 മീറ്റർ ആണ്. നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഏതാണ്? V is equal to F ലാംഡ ആണല്ലേ. ഇവിടെ എന്താണ്? നമുക്ക് F കണ്ടുപിടിക്കണം അല്ലേ. F is equal to N/T അല്ലെ. N-ഉം T ഉണ്ടല്ലോ, അപ്പൊ F കണ്ടുപിടിക്കാം. N എത്രയാണ്? 200 ആണ്. ഡിവൈഡ് ബൈ 10 വരും അല്ലെ. 0.005 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഹെർട്സ്. ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടി? 20 ഹെർട്സ് എന്ന് കിട്ടി. നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. V is equal to F ലാംഡ ആണ്. F എത്രയാണ്? 20 ആണ്. ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.5 ആണ്.
മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് വരും അല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്തെന്നും എങ്ങനെയാ കിട്ടിയെന്നും ഒക്കെ. ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെ വരുന്നതാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് രീതിയിൽ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ വേണ്ടത്, ഏത് ഇക്വേഷൻസ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ദ 9th one ആണ്. The time taken for 4 vibrations of a tuning fork is 0.008 seconds. What is the speed of the wave if the wavelength is 0.34 meter? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 വൈബ്രേഷൻ അല്ലെ? 4 വൈബ്രേഷൻ ഒരു ട്യൂണിംഗ് ഫോർക്ക് ആണ്. ട്യൂണിംഗ് ഫോർക്കിന് 4 വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.00 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കുന്നത്? വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. എന്ന് തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. അതിനെടുക്കുന്ന സമയം എത്രയാണ്? 0.008 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. വേവ് ലെങ്തും തന്നിട്ടുണ്ട്. എത്രയാണ്? 0.34 മീറ്റർ. നമുക്ക് എന്താണ്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? അപ്പം സ്പീഡിന്റെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ആണല്ലോ. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് കണ്ടുപിടിക്കണം അല്ലേ? എഫ് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ എഫ് കണ്ടുപിടിക്കാൻ മുമ്പേ ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എന്താണ് എഫ് കണ്ടുപിടിക്കുന്നത്? എന്നും ടി തന്നിട്ടുണ്ടല്ലോ. അപ്പം എഫ് ഈസ് ഈക്വൽ ടു n/t ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/0.008 അല്ലേ? അപ്പൊ എത്ര വരും? 1000 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാലോ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മേളിലും താഴെ നമ്മൾ 1000 എടുക്കുക. അപ്പൊ മേളിൽ എത്ര വരും? 4000 എന്ന് വരും. 4000 ഡിവൈഡ് ബൈ ഇവിടെ 8 എന്ന് വരും അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 500 എന്ന് വരുമല്ലോ. 500 ഹെർട്സ് ഫ്രീക്വൻസി നമുക്ക് അവിടെ കിട്ടി. സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഡിവിഷനൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയാണ്. കുറെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്യില്ല. അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തരുന്നത്. അപ്പം എഫ് വന്നു. ദെൻ വി എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 500 ആണ്. ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.34 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 170 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? വി എന്ന് പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 170 കിട്ടും. 170 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. രവി ഷൗട്ട്സ് സ്റ്റാൻഡിങ് നിയർ എ മൗണ്ടൻ ആൻഡ് ഹിയേഴ്സ് ആൻ എക്കോ ആഫ്റ്റർ 2.2 seconds. If the speed of sound in air is 330 meter per second, how far is the mountain? എക്കോ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രവി എന്ന് പറഞ്ഞിരിക്കുന്ന ആള് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ ഒരു മൗണ്ടന്റെ അടുത്ത് നിന്നിട്ട്. എക്കോ എപ്പോഴാണ് കേൾക്കുന്നത്? 2.2 seconds ശേഷം എക്കോ കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്പീഡ് ഓഫ് ദ സൗണ്ട് 330 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഫാർ ഈസ് ദ മൗണ്ടൻ? മൗണ്ടൻ എന്തുമാത്രം അകലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാമല്ലേ? സമയം തന്നിട്ടുണ്ട്. എക്കോ കേൾക്കുന്ന സമയം എന്ന് വെച്ചാൽ 2.2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് എത്രയാണ്? 330 ഇല്ലേ? 330 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്? ജനറൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ വി ഈസ് ഈക്വൽ ടു ഏതാണ്? 2d/t ആണ്. എക്കോയുടെ കേസിൽ വരുമ്പോൾ 2d വരും. സ്പീഡ് ജനറലി നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ സ്പീഡിന്റെ ഇക്വേഷൻ. ഇവിടെ എക്കോ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഡിസ്റ്റൻസ് എടുക്കണം. അപ്പം 2d എന്ന് വരും. മനസ്സിലാവും? അപ്പൊ 2d/t ആണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വരും? ഡി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചായിരുന്നു VT ഡിവൈഡ് ബൈ 2 ആണ്. പഠിച്ചു വെക്കണം കേട്ടോ ഇക്വേഷൻ. VT ഡിവൈഡ് ബൈ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 330 ആണ്. സമയം എത്രയാണ്? 2.2 ആണ്. ദെൻ ഡിവൈഡ് ബൈ 2. അതായത് ക്യാൻസൽ ചെയ്യാലോ. 330 2 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര വരും? 165 വരും അല്ലേ? 165 ഇൻറ്റു 2.2. അപ്പൊ എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത്? 363 വരും കേട്ടോ. 363 മീറ്റർ. അതായത് ഡിസ്റ്റൻസ് മൗണ്ടൻ എന്തുമാത്രം അകലത്തിലാണ്? 363 മീറ്റർ അകലത്തിലാണ് മൗണ്ടൻ ഇരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11th one. A submarine sends out a sonar pulse that returns after 3 seconds. If the speed of the sound is
സൗണ്ട് ഇൻ സീ വാട്ടർ ഈസ് 1500 മീറ്റർ, ഹൗ ഫാർ ഇസ് ഒബ്ജക്റ്റ്. സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, എക്കോയുമായിട്ട് ബന്ധപ്പെട്ടാണ്, സബ്മറൈൻ ആണെന്ന് മാത്രം. അപ്പം സമയം തന്നിട്ടുണ്ട്, ടി എത്രയാണ് 3 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ് 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവിടെ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ടി ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? വി ഈസ് ഈക്വൽ ടു ഡി ബൈ ടി ആണ്. ഇവിടെ എക്കോയുടെ കേസ് വരുമ്പോൾ വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഡി ഈസ് ഈക്വൽ ടു വി ടി ബൈ 2 എന്ന് എഴുതുക. മനസ്സിലായല്ലോ? വി എത്രയാണ് 1500 ആണ്. ദെൻ സമയം 3 സെക്കൻഡ് ആണ്, ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? അപ്പൊ ഇത് എത്ര വരും? ഇവിടെ ഡിവൈഡ് ചെയ്യാലോ, 7 വരും ഇല്ലേ? 750 എന്ന് വരും. എത്രയാണ് ആൻസർ വരുന്നത്? 2250 എന്ന് വരും അല്ലേ? 2250 മീറ്റർ ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 12th one കേട്ടോ. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് 165 മീറ്റർ away from a wall. He claps and hears the echo. Find the time after which he hears the echo if sound travels at 330 meter per second. ഒരു കുട്ടി എന്താണ്? ബോയ് സ്റ്റാൻഡിങ് 165 മീറ്റർ, ഒരു വോൾ ഉണ്ട്, ഒരു വോളിൽ നിന്ന് 165 മീറ്റർ അകലെ ഒരു കുട്ടി നിൽക്കുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? എന്നിട്ട് ക്ലാപ്പ് ചെയ്യുക, ക്ലാപ്പ് ചെയ്യുന്നിട്ട് സൗണ്ട് കേൾക്കുന്നു, എക്കോ കേൾക്കുന്നുണ്ട്. അപ്പം സമയമാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ ടൈം ആഫ്റ്റർ വിച്ച് ഹി ഹിയേഴ്സ് ആൻ എക്കോ. അവിടെ എക്കോ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ആ സമയമാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടുത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 165 ആണ്. അതായത് ബോളും ആ കുട്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 165 മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെന്താണ്? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഒരു കുട്ടി ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇതാണ് വോൾ എന്ന് പറയുന്നത്. ഈ വോളും ഈ കുട്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 165 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് തിരിച്ചു വരണം. മനസ്സിലാവുന്നു? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എക്കോ കേൾക്കാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 × 165 എന്ന് വരുമല്ലോ അല്ലേ? അത് എത്രയാണ്? 330 മീറ്റർ എന്ന് വരും. അപ്പൊ 330 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, എക്കോ കേൾക്കാനുള്ള ഡിസ്റ്റൻസ്. അപ്പം ഇവിടെ അതിനുവേണ്ടി സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചെന്നിട്ട് തിരിച്ചു വരുന്ന ആ സമയമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? നമ്മുടെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഏതാണ്? വി ഈസ് ഈക്വൽ ടു 2d ബൈ ടി ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എങ്ങനെയാണ്? ടി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2d ഡിവൈഡ് ബൈ വി വരും അല്ലേ? അപ്പം 2d എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? 2d എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 2d എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ്? 330 നമുക്കിവിടെ ഓൾറെഡി കിട്ടി. 330 ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 330 ആണല്ലോ അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? 1 സെക്കൻഡ്. എക്കോ കേൾക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 സെക്കൻഡ്. മനസ്സിലായല്ലേ? അപ്പൊ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ. ഇപ്പൊ സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചു, സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടു, അതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാമേ. An echo is heard from a wall 4 seconds after a sound is made. The wall is 680 meter away. What is the speed of the wave? സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം ഇവിടെ തന്നിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ ആ വോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 680 മീറ്റർ അവേ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഡി ആണ് 680 മീറ്റർ എന്ന് അവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് ആണ് 680 തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ബോൾ ഉണ്ട്, ഇവിടുന്നാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഡിസ്റ്റൻസ് ആണ് 680 തന്നിരിക്കുന്നത്. 680 മീറ്റർ എന്ന് അവിടെ തന്നിരിക്കുന്നത്. നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്കോ വരണമെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഇല്ല? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം 2 × 2d ആണ്. അതായത് 2 × 680 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1360 എന്ന് വരും കേട്ടോ. 1360 മീറ്റർ എന്നാണ് വരുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് സ്പീഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു 2d ബൈ ഇതാണ് ടി ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? 2d ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് അത് നമ്മൾ കിട്ടി. അതായത് 1360 കിട്ടി. സമയം എത്രയാണ്? 4 ആണ്. ക്ലിയർ ആയല്ലോ? എല്ലാം ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ എത്ര വരും? 3 12 എന്ന് വരും. ദെൻ ഇവിടെ
4 വരും, 4 16 ദെൻ 0. എത്രയാണ്? 340 ഇല്ലേ? 340 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് എയർലെസ് സ്പീഡാണ്. എയർലെസ് സ്പീഡ് നമുക്കറിയാം ഇല്ല, 340 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിലെ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇത്ര ഇക്വേഷൻസ് ഉണ്ട്. ടൈം പീരിയഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, പിന്നെ വെലോസിറ്റി, വേവ് ലെന്ത്, ഫ്രീക്വൻസി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ എക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തോട്ട്. ഇതുപോലെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ മിക്കവാറും ചോദിക്കും. പിന്നെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക, എഴുതി അല്ലെങ്കിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നത്. സിമ്പിൾ ആണെന്ന് വിചാരിച്ച് വിട്ടുകളയല്, പഠിക്കുക കേട്ടോ. എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അത് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.